ഹാർവാർഡ് സർവകലാശാലയിൽ കടുത്ത നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം. വിദേശ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ ട്രംപ് വിലക്കേർപ്പെടുത്തി. സർവകലാശാലയുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റദ്ദാക്കിയതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയം സർവകലാശാലയെ അറിയിച്ചു. അക്രമം, യഹൂദവിരുദ്ധത, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ഏകോപനം എന്നിവ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വളർത്തുന്നുവെന്ന ഗുരുതര ആരോപണവും ക്രിസ്റ്റി എക്സിൽ കുറിച്ചു. സർവകലാശാലകൾക്ക് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും അവരുടെ ഉയർന്ന ഫീസിലൂടെ പ്രയോജനം നേടാനുമുള്ള ആനുകൂല്യമാണുള്ളത്. അത് അവകാശമല്ല. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ഹാർവാർഡിന് ധാരാളം അവസരമുണ്ടായിരുന്നു. നിയമം പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയതിന്റെ ഫലമായി ഹാർവാർഡിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കിയെന്ന് അവർ പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾക്കും അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണെന്നും ക്രിസ്റ്റി പറഞ്ഞു. എന്നാൽ ഹോംലാൻഡ് സെക്രട്ടറിയുടെ നീക്കം നിയമവിരുദ്ധമാണെന്ന് ഹാർവാർഡ് സർവകലാശാല അപലപിച്ചു. 140-ലധികം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഹാർവാർഡ് വ്യക്തമാക്കി. നടപടിയിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഹാർവാർഡ് എന്നും റിപ്പോർട്ടുകളുണ്ട്. പാഠ്യപദ്ധതി, അഡ്മിഷൻ നടപടികൾ, നിയമന നയങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ മാസം സർവകലാശാല നിയമ നടപടി സ്വീകരിച്ചിരുന്നു. നേരത്തെ വിദേശ വിദ്യാർത്ഥികളുടെ രേഖകൾ ഹോംലാൻഡ് സെക്രട്ടറി ഹാർവാർഡിനോട് ആവശ്യപ്പെടുകയും സർവകലാശാല സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ ക്യാമ്പസിലെ പ്രതിഷേധങ്ങളടക്കമുള്ള പ്രവർത്തനങ്ങളും അവർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി പ്രാബല്യത്തിൽ വന്നാൽ 100 കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ബാധിക്കും. ഓരോ വർഷവും 500 മുതൽ 800 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഹാർവാർഡിന്റെ ഭാഗമാകുന്നുണ്ടെന്ന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നു. നിലവിൽ 788 വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ ചേർന്നിട്ടുള്ളത്. ഏകദേശം 6800ഓളം വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. എന്നാൽ ഈ വർഷം കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് നടപടി ബാധകമാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025-26 അക്കാദമിക് വർഷം മുതലാണ് മാറ്റം പ്രാബല്യത്തിൽ വരിക. ഡിഗ്രി പൂർത്തിയാക്കിയവർ മറ്റ് സർവകലാശാലകളിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കാനുള്ള അവരുടെ നിയമപരമായ അനുമതി ഇല്ലാതാകുമെന്നും ക്രിസ്റ്റി സൂചിപ്പിച്ചിട്ടുണ്ട്.